നമസ്കാരം. ആസ്ട്രോമീഡിയയുടെ എല്ലാ മാന്യപ്രേക്ഷകർക്കും വിഷുഫലത്തിലേക്ക് ഹാർദമായ സ്വാഗതം. ഞാൻ ജ്യോത്സ്യൻ പ്രമോദ് പണിക്കർ പെരിങ്ങോട്. ഈ വർഷത്തെ വിഷുഫലങ്ങൾ എന്തൊക്കെയാണെന്നുള്ളത് നമുക്ക് ശാസ്ത്രീയമായി തന്നെ പരിശോധിക്കാം. മീനശനി ഇടവ വ്യാഴം കൊല്ലവർഷം 1200 മേടമാസം 1-ാം തീയതി, ഇംഗ്ലീഷ് വർഷം 2025 ഏപ്രിൽ മാസം 14-ാം തീയതി തിങ്കളാഴ്ച, ഉദയാൽ പൂർവം 7:17 അതായത് അന്നേ ദിവസം പുലർച്ചെ 3:23 ചോതി നക്ഷത്രവും തുലാക്കൂറും കൃഷ്ണപക്ഷത്തിൽ പ്രഥമാതിഥിയും വരാഹക്കരണവും വജ്രനാമ നിത്യയോഗവും കൂടിയ സമയത്ത് കുംഭം രാശി ഉദയസമയെ ഭൂമിഭൂതോദയം കൊണ്ട് മേഷ രവി സംക്രമം. നമുക്ക് 2 വിഷുവങ്ങളാണുള്ളത്. ഒന്ന് മേഷവിഷു, ഒന്ന് തുലാവിഷു. അപ്പോൾ നമ്മൾ വളരെ കാര്യമായിട്ട് തന്നെ കണി കാണാനും മറ്റ് ശുഭകർമ്മങ്ങളും ശുഭഫലങ്ങളൊക്കെ നമ്മൾ മേഷവിഷുവിനെ ആശ്രയിച്ചിട്ടാണ് നമ്മൾ തിരഞ്ഞെടുക്കാറുള്ളത്. തുലാവിഷു നമുക്ക് അത്ര കണ്ട് പ്രാധാന്യമില്ല. എന്നിരുന്നാൽ പോലും മേഷവിഷുവിന് അമിതമായിട്ടുള്ള പ്രാധാന്യമുണ്ട്. നമ്മൾ കണി കാണുന്നു, ആ വർഷത്തെ ശുഭാശുഭത്വങ്ങൾ നമ്മൾ ദൈവജ്ഞനെ കണ്ടോ അവൻ്റെ ഗുരുനാഥനെ കണ്ടൊക്കെ തീരുമാനിക്കുന്നതും നിശ്ചയിക്കുന്നതും മേഷ വിഷു സംക്രമത്തിലാണ്. നമ്മൾ നല്ലൊരു കണി കണ്ടു കഴിഞ്ഞാൽ ആ വർഷം പൊതുവെ മംഗളപ്രദമാണെന്ന് നമ്മൾ വിചാരിക്കുന്നുണ്ട്. ശ്രീകൃഷ്ണ വിഗ്രഹം, വാൽക്കണ്ണാടി, ഗ്രന്ഥം, സ്വർണം, വെള്ളരിക്ക, ഫലമൂലാദികളെല്ലാം തന്നെ നമ്മൾ കണി കാണുന്നതിന് വേണ്ടിയിട്ട് തിരഞ്ഞെടുക്കാറുണ്ട്. അപ്പോൾ വളരെ ശുഭപ്രദമായിട്ടുള്ള സാധനങ്ങളാണ്, ലക്ഷ്മി ദേവിയുടെ സാന്നിധ്യമുള്ള വസ്തുക്കളാണ് നമ്മൾ കണി കാണുന്നതിന് ഉപയോഗിക്കാറുള്ളത്. അപ്പോൾ അന്ന് ഏകദേശം നമുക്ക് പുലർച്ചെ 4 മണിയോടുകൂടി തന്നെ കണി കാണാവുന്നതാണ്. കാരണം സൂര്യൻ മേടം രാശിയിൽ പ്രവേശിക്കുന്ന ആ ഒരു സമയം, സൂര്യൻ്റെ ഉച്ചരാശിയാണ് മേടം. അപ്പോൾ വളരെയധികം പ്രാധാന്യമുണ്ട്. ആദിത്യ ഭഗവാൻ നേർരേഖയിൽ ഉദിക്കുന്നു എന്നുള്ള ഒരു സങ്കല്പം പോലും ഉണ്ട്. രാമരാവണ യുദ്ധം കഴിഞ്ഞ സൂര്യൻ കൃത്യമായി കിഴക്ക് ഭാഗത്ത് യാതൊരു ഭയവും ഇല്ലാണ്ട് ഉദിച്ച് തേജസ്സോടുകൂടി നിന്നു എന്നുള്ള സങ്കല്പങ്ങളും കഥകളൊക്കെയും നമുക്ക് ഈ മേഷ വിഷു സംക്രമത്തിൻ്റെ ഭാഗമായിട്ട് തന്നെ നമ്മൾ കേട്ടിട്ടുള്ളതാണ്. അപ്പോൾ ഈ വർഷത്തെ സംക്രമ ഫലങ്ങൾ, നക്ഷത്രഫലങ്ങൾ, ഇതൊക്കെ നമുക്ക് ശാസ്ത്രീയമായിട്ട് തന്നെ പരിശോധിക്കേണ്ടതുണ്ട്. അന്നത്തെ സംക്രമ പുരുഷൻ സ്ഥിതനാണ്. സംക്രമ ദേവത ഘോര, വാഹനം സൂകരം, വസ്ത്രം ചിത്രവർണം, പുഷ്പം ബഗുളം, അലങ്കാരം രജതം, വിലേപനം ചന്ദനം, ആയുധം ഖഡ്ഗം, സ്നാനജലം അഗരു, ഛത്രവർണം താമ്രം, ഭോജനപാത്രം താമ്രം, ഭക്ഷണം സക്തു, വാദ്യം മദ്ദളം, അഭിമുഖം വടക്ക്, ഗമനം ഉത്തരദിക്ക്, സ്വഭാവം സലജ്ജ, മണ്ഡലം വായുമണ്ഡലം, മേഘം നീലമേഘം. ഇങ്ങനെ സംക്രമ പുരുഷനോട് ബന്ധപ്പെട്ട് 18 കാര്യങ്ങൾ നമുക്ക് പറയാനുണ്ട്. അതുപോലെ തന്നെ ആ വർഷത്തെ ജലം എത്ര പറ വർഷമാണ്, ആ ഒരു വർഷം മഴ പെയ്യുക നമ്മൾ പറയുടെ കണക്കിലാണ്. വർഷം 2 പറ വർഷമാണ്. അപ്പോൾ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ എങ്ങനെയാണ്? അപ്പോൾ ഈ സംക്രമ പുരുഷൻ സ്ഥിതനാണെന്ന് പറഞ്ഞു, അപ്പോൾ അതിനൊരു ഫലം ഉണ്ടാവും. സംക്രമ പുരുഷൻ സ്ഥിതനായതുകൊണ്ട് തന്നെ സകല സാധനങ്ങൾക്കും വില അധികമാവുകയാണ് ഫലം. അപ്പോൾ വിലക്കയറ്റം ഈ ഒരു വർഷം കാണുന്നുണ്ട്. വിഷുഫലത്തോടു കൂടി തന്നെ വിലക്കയറ്റം കാണുന്നുണ്ട്. സംക്രാന്തി ദേവത ഘോരയാകയാൽ ശൂദ്രവർണ്ണങ്ങൾക്ക് നാശം ഫലമാണ്. അപ്പോൾ ശൂദ്രാദികളായിട്ടുള്ള മനുഷ്യന്മാരെ മേലധികാരികളൊക്കെ കീഴ്പ്പെടുത്തുക എന്നുള്ളൊരു പ്രവണത സാധാരണ ഈ ഒരു വർഷം ഉണ്ടാവും എന്നുള്ളത് ഒരു സൂചനയാണ്. അപ്പോൾ സമൂഹത്തിൻ്റെ താഴ്ന്ന തലത്തിലൊക്കെയുള്ള വിദ്യാസമ്പന്നരല്ലാത്ത ആളുകൾക്കൊക്കെ ചൂഷണം ചെയ്യപ്പെടാനുള്ളതായ സാധ്യതയുണ്ട്. അപ്പോൾ അവർക്ക് വേണ്ടുന്ന സഹായങ്ങളൊക്കെ നമ്മൾ ചെയ്തു കൊടുക്കേണ്ടതായിട്ട് വരും. വാഹനം സൂകരമാകയാൽ
സസ്യനാശത്തിന് ഫലമുണ്ട്. സസ്യനാശം എന്ന് പറയുമ്പോൾ ഇപ്പോൾ പ്രധാനമായിട്ട് നമ്മൾ നെല്ല് പോലെയുള്ള സസ്യങ്ങൾ, ഗോതമ്പ് പോലെയുള്ള സസ്യങ്ങൾക്കൊക്കെ നാശം ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. കാരണം നമ്മളുടെയൊക്കെ ഇന്ത്യക്കാരെ സംബന്ധിച്ച് പ്രധാന ഭക്ഷണം നെല്ല്, ഗോതമ്പ്, ബാർലി ഇങ്ങനെയൊക്കെയുള്ള സാധനങ്ങളാണ്. അപ്പോൾ അതുകൊണ്ട് അത്തരം സസ്യങ്ങൾക്കുള്ള നാശങ്ങൾ കാലാവസ്ഥ പ്രതികൂലമാകുന്നത് കൊണ്ട് തന്നെ ആയിരിക്കാം അത്തരം സസ്യങ്ങൾക്കുള്ള നാശം ഫലമായിട്ട് നമുക്ക് കാണുന്നുണ്ട്. വസ്ത്രം ചിത്രവർണ്ണമാകയാൽ ധാന്യ സമൃദ്ധി അതും പറയുന്നുണ്ട്. അപ്പോൾ സസ്യനാശങ്ങൾ ഉണ്ടാവുമെങ്കിലും ധാന്യസമൃദ്ധിയും കൂടി ഗണിച്ച് കിട്ടിയത് നമുക്ക് ഒരു മിതമായ ഫലത്തെ, വലുതായിട്ടുള്ള ദാരിദ്ര്യം ഉണ്ടാവില്ല എന്നുള്ളത് അതുകൊണ്ട് മനസ്സിലാക്കണം. പുഷ്പം ബഹുളമാകുന്നത് കൊണ്ട് ക്ഷുൽ പിപാസാദി ദുഃഖം ഫലം. അതായത് ക്ഷുത്ത് എന്ന് പറയുമ്പോൾ വിശപ്പാണ്. ബഹുളായതുകൊണ്ട് നമ്മൾ ഈ കുടിവെള്ളം കിട്ടാനും ഭക്ഷണം കിട്ടാനൊക്കെയുള്ള ആളുകൾക്ക് അതുകൊണ്ടുള്ള ബുദ്ധിമുട്ടുകൾ ധാരാളം ഉണ്ടാവും. ദാരിദ്ര്യം നമ്മൾ തുടച്ച് നീക്കിയെന്ന് പറഞ്ഞാലും ശരി, ദാരിദ്ര്യം വിട്ടുപോയിട്ടൊന്നുമില്ല. അപ്പോൾ അത് ദുഃഖത്തിനുള്ള, വിശപ്പ്, ദാഹം ഇത്യാദി കൊണ്ടുള്ള ദുഃഖങ്ങളും മരണങ്ങൾക്കൊക്കെയുള്ള സാധ്യതകൾ ഈ വർഷം കാണുന്നുണ്ട്. അലങ്കാരം രജതമാകുന്നത് കൊണ്ട് തന്നെ രജതത്തിന് നാശം ഫലമായിട്ട് കാണുന്നുണ്ട്. ചന്ദനം വിലേപനമായതുകൊണ്ട് സുവൃഷ്ടി ഉണ്ടാവും. ലോകഹിതം, ഈ ലോകഹിതം, ലോകത്തിന് ഹിതമാകുന്ന കാര്യങ്ങൾ സംഭവിക്കുക, അതായത് സന്തോഷത്തിനുള്ളതായ വകുപ്പുകൾ ഉണ്ടാവുക. ചന്ദനം വിലേപനമാണ്. അപ്പോൾ ചന്ദനം പൊതുവെ തണുപ്പുള്ളതാണ്, അതേപോലെ തന്നെ സുഗന്ധപൂരിതമാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ലോകത്തിന് ഹിതമുണ്ടാകുമെന്ന് കാണുന്നു. ആയുധം ഖഡ്ഗമാകുന്നത് കൊണ്ട് രാജാക്കന്മാർ തമ്മിലുള്ളതായ കലഹങ്ങൾ, ദുർമരണങ്ങൾ ഇത്യാദികൾക്കുള്ള സാധ്യതകളും, വലിയ തരത്തിലുള്ളതായ ദുർമരണങ്ങൾ, അപ്പോൾ ഈ ഭൂകമ്പം പോലെ ഉണ്ടാവുക, അതേപോലെ തന്നെ നമ്മൾ പറയാറുണ്ട്, ഇപ്പോൾ കഴിഞ്ഞ പ്രാവശ്യമൊക്കെ ഉണ്ടായ പോലെ രീതിയിലുള്ളതായ പ്രകൃതി ദുരന്തങ്ങൾ, ഇതുകൊണ്ടൊക്കെ ഉണ്ടാകുന്ന മരണങ്ങൾക്ക് സാധ്യതകൾ കാണുന്നുണ്ട്. സ്നാനജലം അഗുരുവായതുകൊണ്ട് തന്നെ രാജ്യഭയം എന്ന് പറയുമ്പോൾ രാജ്യം ഭരിക്കുന്ന രാജാവിന് ഉണ്ടാകുന്ന ദോഷത്തെ സൂചിപ്പിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ രാജ്യം ഭരിക്കുന്ന രാജാവിന് ദോഷം കാണുന്നുണ്ട്. രാജ്യഭയം, രാജ്യത്തിനും ദോഷം കാണുന്നുണ്ട്. അനാവൃഷ്ടിയും അതുകൊണ്ട് തന്നെ ഉണ്ടാവും. ആവശ്യമില്ലാണ്ട് മഴ പെയ്ത്, അല്ലെങ്കിൽ ചില സ്ഥലത്ത് മാത്രം മഴ പെയ്ത് അതുകൊണ്ടുണ്ടാകുന്ന ദോഷങ്ങൾ. ഛത്രവർണ്ണം താമ്രമാകുന്നത് കൊണ്ട് രാജ്യഭീതി, അത് ആവർത്തിച്ചു വന്നു കേട്ടോ. വർഷക്കുറവ്, രാജ്യഭീതി ഉണ്ടാകുന്നു. ചില സ്ഥലത്ത് മഴ തീരെ കുറവും ചില സ്ഥലത്ത് മഴ വളരെ കൂടുതലും ഉണ്ടാകും. അത് ബുദ്ധിമുട്ട് തന്നെയാണ്. അവ കൃത്യമായിട്ടുണ്ടെങ്കിൽ മാത്രമാണ് നമുക്ക് ഇതിൻ്റെയൊക്കെ ആനുകൂല്യസ്ഥിതി പറയാൻ പറ്റുക, അല്ലെങ്കിൽ ദോഷം തന്നെയായിട്ട് പറയണം. ഭോജനപാത്രം താമ്രമാകുന്നത് കൊണ്ട് സുവൃഷ്ടിയും സുഖവും ഫലമായി കാണുന്നു. ഭക്ഷണം സക്തുവാകുന്നത് കൊണ്ട് ദുർഭിക്ഷം ഫലം. വാദ്യം അദ്ധളമാകുന്നത് കൊണ്ട് രാജാക്കന്മാർക്ക് യശസ്സിന് അഭിവൃദ്ധി പോലെയുള്ള കാര്യങ്ങൾ കാണുന്നു. രാജാക്കന്മാർ എന്നില്ല, മന്ത്രിമാരാണ്. അപ്പോൾ അവർക്കൊക്കെ അഭിവൃദ്ധി, യശസ്സിന് അഭിവൃദ്ധിയൊക്കെ കാണുന്നുണ്ട്. അല്ലെങ്കിൽ ജനോപകാരപ്രദമായിട്ടുള്ള കാര്യങ്ങൾ ചെയ്തതുകൊണ്ട് പ്രശംസ പോലെയുള്ള കാര്യങ്ങൾ അവർക്കുണ്ടാവും. വടക്ക് അഭിമുഖമാകുന്നത് കൊണ്ട് രാജ്യത്തിന് നാശം കാണുന്നുണ്ട്. ഉത്തരദിക്കിൽ ഗമനമാകുന്നത് കൊണ്ട് തദ്ദേശവാസികൾക്ക് നാശവും കാണുന്നുണ്ട്. അപ്പോൾ ഈ അതിർത്തിയിലൊക്കെ താമസിക്കുന്ന, രാജ്യാതിർത്തിയിലൊക്കെ താമസിക്കുന്ന ആളുകൾക്ക് പലതരത്തിലുള്ളതായ ദോഷങ്ങൾക്കും ആൾനാശത്തിനൊക്കെയുള്ള സാധ്യതകളുണ്ട്. ഭരണാധികാരികളൊക്കെ അതുകൊണ്ട് ശ്രദ്ധിച്ച് ജാഗരൂകരായിട്ട് ഇരിക്കേണ്ടതാണ്. സ്വഭാവം സലജ്ജമാകുന്നത് കൊണ്ട് സുവൃഷ്ടി ഫലം പറയുന്നുണ്ട്. അപ്പോൾ മഴക്കുറവ് എന്തായാലും ഉണ്ടാവില്ല. 2-3 കാര്യങ്ങളെ കൊണ്ട് നമുക്ക് ആനുകൂല്യസ്ഥിതിയും 1-2 കാര്യങ്ങളെ കൊണ്ട് പ്രതികൂല സ്ഥിതിയുണ്ട്. അപ്പോൾ പ്രതികൂല സ്ഥിതിയേക്കാൾ കൂടുതൽ ആനുകൂല്യസ്ഥിതി വരണത് നല്ലത് തന്നെയാണ്. അപ്പോൾ സ്വഭാവം സലജ്ജമാകുന്നത് കൊണ്ട് നല്ല ഫലങ്ങൾ ഉണ്ടാവും. വായുമണ്ഡലമാകുന്നത് കൊണ്ട് രാജ്യഭയം, വായുഭയം എന്ന് പറയുമ്പോൾ ഈ കാറ്റ് വീശിയിട്ട് അമിതമായിട്ടുള്ള കൊടുങ്കാറ്റ് പോലെയുള്ള ക്ഷോഭങ്ങൾ, അതേപോലെ തന്നെ സ്വല്പവൃഷ്ടി ചില സ്ഥലങ്ങളിലൊക്കെ പറയപ്പെടുന്നുണ്ട്. കൃത്യമായിട്ട് മഴ പെയ്യാതിരിക്കുക, കാലം തെറ്റിയിട്ടുള്ള മഴ. അപ്പോൾ അതിനൊക്കെ സാധ്യതകൾ വളരെ കൂടുതലാണ്. അതൊക്കെ പ്രകൃതിയുമായി ബന്ധപ്പെട്ട വിഷയങ്ങളാണ്. മനുഷ്യനിടപെടാൻ പറ്റുന്ന സാഹചര്യങ്ങൾ പരമാവധി കുറവാണ്. എങ്കിലും പ്രകൃതിയെ നമ്മൾ ദോഷപ്പെടുത്താതിരിക്കുക. മേഘം നീലമാകുന്നത് കൊണ്ട് ബഹുവൃഷ്ടി
ഫലം, അമിതമായിട്ട് ചില സ്ഥലത്ത് മഴ പെയ്യും. അപ്പോൾ ഈ പറഞ്ഞ ഫലങ്ങളിൽ 2-3 സ്ഥലങ്ങളിൽ സ്വല്പവൃഷ്ടിയും ചില സ്ഥലങ്ങളിൽ ബഹുവൃഷ്ടിയും പറയുന്നുണ്ട്. അതൊക്കെ തന്നെയാണ് അപ്പോൾ ഈ ഉരുൾപൊട്ടൽ പോലെയുള്ള കാര്യങ്ങളൊക്കെ കാരണമാകുന്നത്. ചില സ്ഥലത്ത് മഴ അമിതമായി പെയ്തിട്ട് അവിടെ ഉരുൾപൊട്ടൽ പോലെയുള്ള പ്രകൃതിക്ഷോഭങ്ങൾ ഉണ്ടാകുന്നത് ഈ വർഷവും ആവർത്തിക്കാനുള്ള സാധ്യതകൾ കാണുന്നുണ്ട്. വർഷം 2 ആകുന്നത് കൊണ്ട് 10ൽ 5 ഭാഗം സമുദ്രത്തിൽ പതിക്കും, 3 ഭാഗം വനപർവ്വതങ്ങളിലും വർഷിക്കും. അത് നീക്കിയിട്ട് ഭൂമിയിൽ വർഷിക്കുന്ന വെള്ളം 4 ഇടങ്ങഴി മാത്രമാണ്. അപ്പോൾ നമ്മളിതിനെ എന്താ പറയുക, ദണ്ഡ് കണക്ക് ആണ് പറയാറ്. അതായത് 10 യോജന വിസ്താരവും 100 യോജന ഉയരവും ഉള്ളതാണ്. ഇതിൻ്റെ ഒരു കണക്ക് അങ്ങനെയാണ്. അതിനൊരു പറ എന്നാണ് പറയുക. നമ്മളിപ്പോൾ ഈ മഴ പറക്കണക്കിനാണ് പറയുക. അപ്പോൾ 10 യോജന വിസ്താരം, 100 യോജന ഉയരം. അപ്പോൾ 4 കോല് 1 ദണ്ട്, 800 ദണ്ട് 1 യോജന. ഇതുള്ളത് ദേവന്മാരുടെ കണക്കാണ്. ദേവമാനം എന്നാണ് അതിന് പറയുക. അത് ഒന്നുകൂടിയും പറയാം, 4 കോല് 1 ദണ്ട്, അതായത് 4 കോൽ 1 ദണ്ട്, 8000 ദണ്ട് 1 യോജന. അപ്പോൾ അങ്ങനെ കണക്കാക്കണം. അത് കണക്കാക്കാൻ സാധാരണക്കാർക്ക് ബുദ്ധിമുട്ടാണ് കേട്ടോ. അതേപോലെ നമ്മളതിൻ്റെ പഞ്ചാംഗ ഫലങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ സംക്രമവാരാധിപൻ, മേഷസംക്രമവാരാധിപൻ സൂര്യനായതുകൊണ്ട് സ്വല്പവൃഷ്ടി ഫലമായിട്ടും സംക്രമം രാത്രിയിലായതുകൊണ്ട് തന്നെ അത്യന്തം ദുർഭിക്ഷവും ഫലമായി കാണുന്നു. ദുർഭിക്ഷം ഉണ്ടാവുക വെച്ചാൽ നമുക്ക് ദാരിദ്ര്യം, തന്നെയാണ് ദുർഭിക്ഷം. സംക്രമം ചോതി നക്ഷത്രത്തിലായതുകൊണ്ട് തന്നെ ബഹുവർഷവും സുഭിക്ഷവും. ബ്രാഹ്മണന്മാർക്ക് ക്ഷേമമുണ്ടാവും. ബ്രാഹ്മണന്മാർക്ക് ക്ഷേമമുണ്ടെങ്കിൽ രാജ്യം നന്നാവും എന്നാണ്. അത് പഴയ കാലത്തെ കാര്യമാണ്, ഇക്കാലത്തെ ഇല്ല. അപ്പോൾ എന്തായാലും ബ്രാഹ്മണന്മാരാണത്രേ ദേവന്മാരെ പ്രസാദിപ്പിക്കേണ്ടത്. അപ്പോൾ യാഗം ചെയ്തിരുന്ന കാലഘട്ടത്തിലെ കണക്കായിരിക്കാം ആചാര്യം പറഞ്ഞിട്ടുണ്ടാവുക. എങ്കിലും ഇപ്പോൾ ചില സ്ഥലങ്ങളിലൊക്കെ യാഗം എന്നൊക്കെ നടക്കുന്നുണ്ട്. എന്തായാലും അത് രാജ്യത്തിൻ്റെയും ദേശത്തിൻ്റെയും മനുഷ്യൻ്റെയൊക്കെ നന്മയ്ക്ക് വേണ്ടി ഉപകരിക്കട്ടെ. അപ്പോൾ ശൂദ്രവർണ്ണങ്ങൾക്ക് നാശം പറഞ്ഞു. ഇപ്പോൾ നേരത്തെ പറഞ്ഞു. അപ്പോൾ നമ്മൾ പറയാറില്ല, ഈ ആദിവാസി സമൂഹത്തിൽപ്പെട്ട ആൾക്കാരൊക്കെ, അവരൊക്കെ നമ്മളെ സമൂഹത്തിൻ്റെ ഉന്നതിയിലേക്ക് കൊണ്ടുവരേണ്ട, അവർക്കും ഭൂമിയിൽ ജീവിക്കാൻ അവകാശമുള്ള ആളുകളാണ്. അപ്പോൾ അവരുടെ നമ്മൾ തട്ടിപ്പറിക്കാതെ അവർക്കൊക്കെ കൊടുക്കണം. അവരെ നമ്മൾ സമൂഹത്തിൻ്റെ ഉന്നതിയിലേക്കൊക്കെ കൊണ്ടുവരണം. അപ്പോൾ ശൂദ്രാദി വർണ്ണങ്ങൾക്കൊക്കെ ദോഷം എടുത്ത് കാണിക്കുന്നുണ്ട്. പലതരത്തിലും ദാരിദ്ര്യം, ദുഃഖം, ദുരിതം, ശിശുമരണങ്ങളൊക്കെ ഇതിൻ്റെ ഭാഗമായിട്ട് നമ്മൾ കാണുന്നു. അവർക്ക് പലതിനെ പറ്റിയിട്ടുള്ള അറിവുകളില്ല. അവർക്ക് കിട്ടേണ്ടത് പലരും പോക്കറ്റിലാക്കുന്ന അവസ്ഥയൊക്കെ ഉണ്ട്. അപ്പോൾ അതൊന്നും പാടില്ല എന്നാണ് പറയുന്നത്. സംക്രമം തുലാംകൂറിലായതുകൊണ്ട് തന്നെ വ്യാപാരികൾക്ക് അഭിവൃദ്ധിയുള്ള ഒരു വർഷം തന്നെയാണ്. പലതരത്തിലുള്ളതായ ഇടപാടുകൾ, വാണിജ്യ വ്യാപാരാദികളൊക്കെ ഇന്ത്യക്ക് ഗുണം ചെയ്യും, അല്ലെങ്കിൽ നമ്മുടെ രാജ്യത്തിന് ഗുണം ചെയ്യുന്നതാണ്. പ്രഥമ തിരിയിലായതുകൊണ്ട് തന്നെ ചില സ്ഥലങ്ങളിൽ വർഷക്കുറവ്, വരാഹകരണത്തിലായതുകൊണ്ട് തന്നെ അത്യന്തം വർഷക്കുറവും കാണുന്നുണ്ട്. ചില സമയത്ത് മഴ പെയ്ത് പിന്നെ കുറച്ചു കാലം പെയ്യാതെ ബുദ്ധിമുട്ടുണ്ടാക്കാനൊക്കെയുള്ളൊരു സാധ്യതകൾ കാണുന്നു. പ്രജകൾക്ക് വളരെ ആപത്തുകളും ഈ വരാഹകരണത്തിലായതുകൊണ്ട് തന്നെ പ്രജകൾക്ക് ആപത്തുകൾ, പലതരത്തിലുള്ളതായ ആപത്തുകൾക്കുള്ള ലക്ഷണങ്ങളും കൂടിയിട്ട് കാണുന്നുണ്ട്. വജ്രനാമ നിത്യോഗത്തിലായതുകൊണ്ട് തന്നെ അഗ്നിഭയം, വലുതായിട്ടുള്ള തീപിടുത്തം ഉണ്ടാവുക, പല സ്ഥലങ്ങളും അഗ്നി വിഴുങ്ങുക എന്ന് പറയും. അപ്പോൾ അങ്ങനെയുള്ള സാധ്യതകൾ തള്ളിക്കളയാൻ പറ്റില്ല. കുംഭം രാശി ഉദയസമയത്തിലായതുകൊണ്ട് തന്നെ ബഹുവർഷവും സസ്യാഭിവൃദ്ധിയും കാണുന്നുണ്ട്. ഭൂമി ഭൂതോദയത്തിലായതുകൊണ്ട് തന്നെ സകല സാധനങ്ങൾക്കും സമൃദ്ധി ഉണ്ടാവും. അപ്പോൾ ഇപ്രാവശ്യം ഭൂമിഭൂതം ആണ് ഉദയം. അഗ്നിഭൂതം, അതേപോലെ തന്നെ ജലഭൂതം, വായുഭൂതമൊക്കെ ആയി കഴിഞ്ഞാൽ നമ്മൾ ഇടിവെട്ടല കാര്യങ്ങളതൊക്കെ അധികമായിരിക്കും. ഭൂമിഭൂതോദയം ആയതുകൊണ്ട് ഇപ്രാവശ്യം ഭാരതത്തെ സംബന്ധിച്ച് സമൃദ്ധിയുടെ ലക്ഷണങ്ങൾ കാണിക്കുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെയാണ് മേഷ സംക്രമ ഫലങ്ങൾ. അപ്പോൾ ഇതാണ് നമ്മൾ ഇതിനൊക്കെയാണ് വിഷുഫലം എന്ന് പറയുക. എന്നാൽ നമ്മൾ കാത്തിരിക്കുന്ന ചില ഫലങ്ങളുണ്ട്, നക്ഷത്രഫലങ്ങൾ. അത് നമുക്ക് പരിശോധിക്കാം. അതായത് ഈ മേടമാസം 1-ാം തീയതി മുതൽ ഒരു വർഷത്തെ ഫലങ്ങൾ, ചില നക്ഷത്രക്കാർക്ക് അത് ആദിശൂലം, മധ്യശൂലം എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ചില സംഗതികളുണ്ട്. അതേപോലെ തന്നെ ആദ്യഷഡ്ഗം, മധ്യഷഡ്ഗം, അന്ത്യഷഡ്ഗം പറഞ്ഞിട്ടുള്ള കാര്യങ്ങളുണ്ട്. അപ്പോൾ അതിനനുസരിച്ചിട്ടാണ് നമ്മൾ അത് മനസ്സിലാക്കേണ്ടത്. വളരെ ശ്രദ്ധിച്ച് കേൾക്കേണ്ടതാണ്. ചിത്തിര, ചോതി, വിശാഖം ഇത് ആദിശൂലത്തിൽ പെടുന്നുണ്ട്. അപ്പോൾ അതിന് ശൂലഫലങ്ങൾ
എന്നാണ് സാധാരണ പറയാറ്. നമ്മൾ ധാരാളം ആൾക്കാർ വിഷുബലമൊക്കെ പറയുന്നത് കേട്ടിട്ടുണ്ട്, പലതും കേട്ട് ചിരിച്ചു പോകും. കോടികളുടെ സമ്പാദ്യം, എത്ര ദിവസത്തിൻ്റെ ഉള്ളിൽ സമ്പാദ്യം, കോടീശ്വര യോഗം, അതൊന്നല്ല കേട്ടോ. അങ്ങനെയൊന്നും നമ്മുടെ ആചാര്യന്മാർ പറഞ്ഞു വച്ചിട്ടില്ല. എന്നിരുന്നാൽ പോലും നമുക്ക് ശൂലഫലങ്ങളിൽ കൂടെ എങ്ങനെയാണ് ഈ വർഷത്തെ വിഷുഫലം എന്നുള്ളത് ശാസ്ത്രീയമായിട്ട് തന്നെ പരിശോധിക്കാം. ചിത്ര, ചോതി, വിശാഖം ആദ്യശൂലത്തിൽപ്പെടുന്നു. ഈ നക്ഷത്രങ്ങളിൽ ജനിച്ച ആളുകൾക്ക് പലതരത്തിലുള്ളതായ ധനനാശങ്ങളും രോഗാപത്തുകളും ധനദുർവ്യയങ്ങളാണ് ഫലമായിട്ട് വന്നിട്ടുള്ളത്. ഇതാണ് അവരുടെ യഥാർത്ഥ വിഷുഫലം. അത് ആദിശൂലത്തിൽപ്പെട്ട നക്ഷത്രങ്ങളായതുകൊണ്ട് തന്നെ ധനനാശം ഉണ്ടാകുന്നുണ്ട്, രോഗാപത്തുകൾ ഉണ്ടാകുന്നുണ്ട്, പലതരത്തിലായ അസുഖങ്ങൾ. അതുകൊണ്ട് തന്നെ ധനനാശങ്ങളും ധനദുർവ്യയങ്ങളാണ് അവർക്ക് ഒരു വർഷത്തേക്ക് ഫലമായിട്ട് വരുന്നത്. അനിഴം, തൃക്കേട്ട, മൂലം, പൂരാടം, ഉത്രാടം, തിരുവോണം, ഈ 6 നക്ഷത്രക്കാർക്ക് അനിഴം, തൃക്കേട്ട, മൂലം, പൂരാടം, ഉത്രാടം, തിരുവോണം, ഈ 6 നക്ഷത്രക്കാർ ആദ്യ ഷഡ്ഗത്തിൽപ്പെട്ട നക്ഷത്രങ്ങളാണ്. ഈ നക്ഷത്രത്തിൽ ജനിച്ച ആളുകൾക്ക് സർവാഭിഷ്ട സിദ്ധിയും സൽകീർത്തിയും ഫലമായിട്ട് വരുന്നുണ്ട്. അപ്പോൾ ഇവരെ സംബന്ധിച്ച് വിഷുഫലം ഒരു വർഷത്തേക്ക് വളരെ നല്ല ഫലമായിട്ട് കാണുന്നുണ്ട്. സർവാഭിഷ്ടങ്ങളും സാധിക്കും, എല്ലാ കാര്യങ്ങളും സാധിച്ചു വരികയും സൽകീർത്തിയും ഫലമായിട്ട് കാണുന്നുണ്ട്. അവിട്ടം, ചതയം, പൂരോരുട്ടാതി, ഈ 3 നക്ഷത്രങ്ങൾ മധ്യശൂലത്തിൽപ്പെട്ട നക്ഷത്രങ്ങളാണ്. ഈ നക്ഷത്രങ്ങൾ ജനിച്ച ആളുകൾക്ക് ബന്ധുനാശം, ബന്ധുക്കളുടെ വിയോഗം മൂലമുണ്ടാകുന്ന ദുഃഖങ്ങളും സ്വജന വിരോധങ്ങളും, സ്വന്തക്കാരും വളരെ അടുപ്പുള്ളവരും എല്ലാം വിരോധികളായിത്തീരുന്ന ഒരു കാലഘട്ടവും, അപമാനം സഹിക്കുക, മനക്ലേശം പോലെയുള്ള കാര്യങ്ങൾക്കും ഈ ഒരു വർഷത്തേക്ക് സാധ്യതകൾ വളരെയേറെയായിട്ട് കാണുന്നുണ്ട്. ഇനി നമുക്ക് ഉത്രട്ടാതി, രേവതി, അശ്വതി, ഭരണി, കാർത്തിക, രോഹിണി, ഈ 6 നക്ഷത്രങ്ങളുടെ ഫലം നോക്കാം. അത് മധ്യഷഡ്ഗത്തിലാണ് പെടുന്നത്. ഈ നക്ഷത്രത്തിൽ ജനിച്ച ആളുകൾക്ക് ലോക ബഹുമാനാദി സ്ഥാനമാന ലബ്ധി ഉണ്ടാകും. ലോകം അംഗീകരിക്കുക, ബഹുമാനം ലഭിക്കുക, സ്ഥാനമാനങ്ങളിൽ ഉയർച്ചയുണ്ടാവുക. അപ്പോൾ പ്രമോഷനൊക്കെ കാത്തിരിക്കുന്ന ആളുകൾ ഉത്രട്ടാതി, രേവതി, അശ്വതി, ഭരണി, കാർത്തിക, രോഹിണി നക്ഷത്രത്തിലുണ്ടെങ്കിൽ, ഉത്രട്ടാതി നക്ഷത്രക്കാർക്കൊക്കെ ശനിപ്പഴ ഉണ്ട് പറഞ്ഞിട്ട് ഈ ഫലം കിട്ടാതിരിക്കില്ല കേട്ടോ. അപ്പോൾ അവർക്ക് ജന്മശനിയൊക്കെ തുടങ്ങാൻ പറഞ്ഞാൽ ഇതും കൂടി കൂട്ടിക്കുഴക്കരുത്, ഇത് വിഷുഫലമാണ്. അപ്പോൾ അവർക്ക് ലോക ബഹുമാനാദി സ്ഥാനമാന ലബ്ധികളും ജനപ്രീതിയും വിശേഷ വസ്ത്ര ആഭരണ സിദ്ധികളും ഫലമായിട്ടുണ്ട്. അപ്പോൾ വിവാഹം പോലെയുള്ള കാര്യങ്ങൾ നടക്കും. ജനപ്രീതി നേടുക എന്ന് പറയുമ്പോൾ കലാ, കായിക, സാംസ്കാരിക മേഖലകളിൽ പ്രവർത്തിക്കുന്ന ആളുകൾക്കെല്ലാം, രാഷ്ട്രീയം അടക്കമുള്ള എല്ലാ ആളുകൾക്കും ജനപ്രീതി വർദ്ധിക്കുന്ന ഒരു സമയമാണ്. വിശേഷ വസ്ത്രാഭരണങ്ങളൊക്കെ കിട്ടുക എന്ന് പറയുമ്പോൾ ഗവൺമെൻറ്റിൻ്റെ മുദ്ര ലഭിക്കുക. അതേപോലെ തന്നെ നമ്മൾ പറയുമല്ലോ, പൊന്നാടയാണ് ഈ അംഗീകരിക്കുക എന്നൊക്കെ പറയില്ലേ, അത്തരത്തിലുള്ളതായ കാര്യങ്ങൾ. വിശേഷ വസ്ത്രം, വിവാഹ വസ്ത്രത്തിന് വിശേഷ വസ്ത്രം എന്ന് പറയാറുണ്ട്. അപ്പോൾ അങ്ങനെയൊക്കെയുള്ള പിന്നെ വിശേഷ വസ്ത്രങ്ങൾ, ചില ആളുകൾക്ക് യൂണിഫോം, അതും പറയാം, ചില പ്രധാന സ്ഥാനത്തിരിക്കുന്ന ആളുകൾക്ക് യൂണിഫോമിൻ്റെ ബലം അല്ലേ. അപ്പോൾ അതൊക്കെ കിട്ടാനുള്ള സാധ്യതകൾ ഈ നക്ഷത്രത്തിൽപ്പെട്ട ആളുകൾക്കുണ്ട്. മകീരം, തിരുവാതിര, പുണർദം അന്ത്യശൂലത്തിൽപ്പെട്ട 3 നക്ഷത്രങ്ങളാണ്. ഈ നക്ഷത്രത്തിൽ ജനിച്ച ആളുകൾക്ക് ആയുധം കൊണ്ടും പശുപക്ഷി നാൽക്കാലികൾ നിമിത്തമായിട്ട് ദോഷങ്ങൾ സംഭവിക്കുകയും ദേഹത്തിൽ മുറിവുണ്ടാവുകയും, അതായത് ചില സർജറി പോലെയുള്ള കാര്യങ്ങൾക്കൊക്കെ സാധ്യതകൾ കാണുന്നുണ്ട്. രോഗങ്ങൾ കൊണ്ടുള്ള ആപത്തുകളും ഈ നക്ഷത്രക്കാരെ സംബന്ധിച്ച് കാണുന്നുണ്ട്. പൂയം, ആയില്യം, മകം, പൂരം, ഉത്രം, അത്തം, ഈ നക്ഷത്രക്കാർക്ക് അന്ത്യഷഡ്ഗത്തിലാണ് ഈ നക്ഷത്രങ്ങൾ വരുന്നത്. ഈ നക്ഷത്രക്കാർക്ക് ജനനേതൃത്വം ഉണ്ടാകുന്നതാണ്. ജനനേതൃത്വം എന്ന് പറയുമ്പോൾ നേതൃജനങ്ങളുടെ സഹായം ഉണ്ടാവുക, മേലധികാരികളുടെ പ്രീതി, അവനവൻ ചെയ്യുന്ന കാര്യങ്ങളുടെ പൂർത്തീകരണം, അതുകൊണ്ട് തന്നെ പ്രശംസ പോലെയുള്ള കാര്യങ്ങളും അധികാരപ്രാപ്തിയും സുഖവും ഈ ഒരു വർഷം വിഷുഫലത്തിൽ കാണുന്നുണ്ട്. അപ്പോൾ അധികാരപ്രാപ്തി ഉണ്ടാവും, എല്ലാ കാര്യങ്ങളും സാധിക്കുന്നത് കൊണ്ടുണ്ടാകുന്ന മാനസിക സൗഖ്യവും ഈ ഒരു വർഷം കാണുന്നുണ്ട്. അപ്പോൾ പൊതുവെ കാലക്കേടൊക്കെ തീർന്ന് കണ്ടകശിനിയൊക്കെ തീർന്ന് ഇരിക്കുന്ന ആളുകളാണ് ചിങ്ങം കൂറിൽപ്പെട്ട ആൾക്കാർ. അവർക്കൊക്കെ ഈ ഒരു വർഷം ഗുണഫലങ്ങൾ തന്നെയാണ് കാണുന്നത്. അപ്പോൾ ഇനി നമുക്ക് ഈ ഒരു വർഷത്തെ വരവും ചെലവും എങ്ങനെയാണെന്നുള്ളത് നമുക്കൊന്ന് പരിശോധിക്കാം. ആയവ്യയകന്തായ ഫലങ്ങൾ നമ്മൾ നോക്കേണ്ടതുണ്ട്. അശ്വതി നക്ഷത്രക്കാർക്ക് ആയം 4, വ്യയം 4. കന്തായ ഫലത്തിൽ 3, 0, 1 വരെ. ഈ കന്തായം എന്ന് പറയുന്ന ഒരു സംഗതിയുണ്ട്. അതിൽ
ഒരു ടേബിളിൽ 1, 2, 3 ടേബിൾ വരച്ചു കഴിഞ്ഞാൽ ആദ്യം, മധ്യം, അന്ത്യം. അപ്പോൾ ആദ്യശൂലേ മഹാവ്യാധി, മധ്യശൂലേ മഹൽഭയം, അന്ത്യശൂലേ മനോദുഃഖം, ത്രിശൂന്യേ മരണം ഭവേത്, ത്രിസ്ഥാന ശൂന്യരഹിതേ സർവത്ര വിജയീ ഭവേൽ. അപ്പോൾ നമ്മൾ ആയം വ്യയം പറയും. ആയം വരവ്, വ്യയം ചെലവ്. അതിനുശേഷം കന്തായം പറയും. അതിൽ ആദ്യം ശൂന്യം വന്നു കഴിഞ്ഞാൽ, ആദ്യം പറയുന്ന നമ്പർ പൂജ്യമാണെങ്കിൽ മഹാവ്യാധിയാണ് പറയുക. മധ്യശൂന്യം, അതായത് മധ്യത്തിൽ പറയുന്ന സംഖ്യ ശൂന്യമാണെങ്കിൽ വലുതായിട്ടുള്ള ഭയത്തെ പറയണം. അന്ത്യഭാഗത്ത് അവസാനം പറയുന്ന അക്കം അത് പൂജ്യമായി കഴിഞ്ഞാൽ മനോദുഃഖമാണ് പറയുക. 3 സ്ഥലത്തും പൂജ്യം വന്നാൽ ആ വ്യക്തിക്ക് മൃത്യുഭയാദി അരിഷ്ടതകളെ നേരിടേണ്ടി വരും എന്നാണ് പറയുന്നത്. അപ്പോൾ അങ്ങനെ പ്രാവശ്യം ആർക്കും വന്നിട്ടില്ല, അതുകൊണ്ട് തന്നെ ആരും ടെൻഷൻ അടിക്കേണ്ട കാര്യമില്ല. ത്രിസ്ഥാന ശൂന്യരഹിതേ സർവത്ര വിജയീ ഭവിൽ. 3 സ്ഥാനത്തും അക്ഷരങ്ങൾ ഉണ്ടെങ്കിൽ സർവത്ര വിജയിയായിട്ടും ഭവിക്കും. അപ്പോൾ നമുക്ക് അശ്വതി മുതൽ രേവതി വരയ്ക്കുള്ള നക്ഷത്രങ്ങളിലെ ആയവ്യയ കന്തായ ഫലങ്ങൾ നമുക്ക് നോക്കാം. അശ്വതി നക്ഷത്രം ആയം 4, വ്യയം 4, വരവും ചെലവും തുല്യമാണ്. കന്തായത്തിൽ ആദ്യം 3, മധ്യത്തിൽ 0, അവസാനം 1. ഭരണി നക്ഷത്രക്കാർക്ക് ആയം 2, വ്യയം 6, വരവ് കുറവും ചെലവ് കൂടുതലും. കന്തായത്തിൽ 6, 1, 4, ആദ്യം 6, മധ്യത്തിൽ 1, അവസാനത്തിൽ 4. കാർത്തിക നക്ഷത്രക്കാർക്ക് വരവും ചെലവും ശൂന്യമായിട്ടാണ് കാണുന്നത്. കന്തായത്തിൽ 1, 2, 2. രോഹിണി നക്ഷത്രം വരവാറ്, ചെലവ് 2, വരവ് കൂടുതലും ചെലവ് കുറവുമാണ്. കന്തായത്തിൽ 4, 0, 0. മകീരം നക്ഷത്രം വരവും ചെലവും 4, കന്തായത്തിൽ 7, 1, 3. തിരുവാതിര നക്ഷത്രം വരവ് 2, ചെലവ് 6, അവർക്ക് കന്തായം 2, 2, 1. പുണർദം നക്ഷത്രം വരവും ചെലവും ശൂന്യമാണ്. കന്തായത്തിൽ 5, 0, 4. പൂയം നക്ഷത്രം വരവാറ്, ചെലവ് 2, കന്തായം 0, 1, 2. ആയില്യം നക്ഷത്രം വരവും ചെലവും 4, കന്തായം 3, 2, 0. മകം നക്ഷത്രം വരവ് 2, ചെലവ് 6, കന്തായം 6, 0, 3. പൂരം നക്ഷത്രം വരവും ചെലവും ശൂന്യമാണ്. വരവും ചെലവും ശൂന്യമാണ്. കന്തായത്തിൽ 1, 1, 1. ഉത്തര നക്ഷത്രം വരവ് 6, ചെലവ് 2, കന്തായത്തിൽ 4, 2, 4. അത്തം നക്ഷത്രം വരവ് 4, ചെലവ് 4, കന്തായം 7, 0, 2. ചിത്ര നക്ഷത്രം വരവ് 2, ചെലവ് 6, കന്തായത്തിൽ 2, 1, 0. ചോതി നക്ഷത്രം വരവും ചെലവും ശൂന്യം, അതായത് വരവും ചെലവും പൂജ്യമാണ്. കന്തായത്തിൽ 5, 2, 3. വിശാഖ നക്ഷത്രം വരവ് 6, ചെലവ് 2, കന്തായം 0, 0, 1. 3 സ്ഥാനം പൂജ്യം ആവരുതെന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ അവസാനം 1 ഉണ്ട്, എന്നാലും സൂക്ഷിച്ചോളാം. അനിഴം നക്ഷത്രം വരവും ചെലവും 4, കന്തായം 3, 1, 4. തൃക്കേട്ട നക്ഷത്രം വരവ് 2, ചെലവ് 6, കന്തായം 6, 2, 2. മൂലം നക്ഷത്രം വരവും ചെലവും ശൂന്യം, കന്തായം 1, 0, 0. പൂരാടം നക്ഷത്രം വരവ് 6, ചെലവ് 2, കന്തായം 4, 1, 3. ഉത്രാടം നക്ഷത്രം വരവ് 4, ചെലവ് 4, കന്തായം 7, 2, 1. തിരുവോണം നക്ഷത്രം വരവ് 2, ചെലവ് 6, കന്തായം 2, 0, 4. അവിട്ടം നക്ഷത്രം വരവും ചെലവും ശൂന്യം, കന്തായം 5, 1, 2. ചതയം നക്ഷത്രം വരവ് 6, ചെലവ് 2, കന്തായം 0, 2, 0. പുരോരട്ടാതി നക്ഷത്രം വരവ് 4, ചെലവ് 4, കന്തായം 3, 0, 3. ഉത്രട്ടാതി നക്ഷത്രം വരവ് 2, ചെലവ് 6, വളരെ കൂടുതലാണ് അവർക്ക് ചിലവ്, കന്തായം 6, 1, 1. രേവതി നക്ഷത്രം വരവും ചെലവും ശൂന്യം, കന്തായം 1, 2, 4. ഇതിനെ കൂറിൻ്റെ അടിസ്ഥാനത്തിൽ മൊത്തത്തിൽ നമ്മൾ കണക്കാക്കി നോക്കിയാൽ മേടക്കൂറിനും വൃശ്ചികക്കൂറിനും ആയം 2, വ്യയം 14. എടവം തുലാം കൂറുകാർക്ക് ആയം 11, വ്യയം 5. മിഥുനക്കൂറ് കന്നിക്കൂറ് ഇവർക്ക് ആയം 14, വ്യയം 2. കർക്കിടക കൂറുകാർക്ക് വരവ് ആയം 14, ചെലവ് അതായത് വ്യയം 8. ചിങ്ങക്കൂറുകാർക്ക് ആയവും വ്യയവും 11 തുല്യമായിട്ടാണ് ചിങ്ങക്കൂറുകാർക്ക് കാണുന്നത്. ധനുക്കൂറുകാർക്ക് ധനു മീനം ഈ 2 കൂറിൽ പെട്ട ആളുകൾക്ക് വ്യാഴക്ഷേത്രത്തെ കണക്കാക്കിയിട്ടാണ് പറയണത്. വരവും ചെലവും 5. മകരം കുംഭം കൂറുകാർക്ക് 8, 14, വരവ് 8, 14 ചെലവും കേട്ടോ.
അപ്പോൾ ഇങ്ങനെയൊക്കെയാണ് വിഷുഫലങ്ങൾ. ഇതൊക്കെയാണ് വിഷുഫലത്തിലുള്ളൂ. അല്ലാതെ നമ്മൾ ഇന്ന് കേൾക്കുന്ന രീതിയിൽ വികലമായ രീതിയിൽ ഫലം പറയലല്ല വിഷുഫലം. പിന്നെ ഇതിൽ മറ്റത് ഉൾപ്പെടുത്തുന്ന വേറൊരു വിഷയമുണ്ട്, നാളികേരം ഉരുട്ടി ഫലം പറയുന്ന ഒരു സംഗതി. അത് നമുക്ക് വേണമെങ്കിൽ അടുത്ത എപ്പിസോഡിൽ പറയാം. കഴിഞ്ഞ കൊല്ലം അതിന് മുൻപത്തെ കൊല്ലമൊക്കെ നമ്മളത് പറഞ്ഞിട്ടുണ്ട്. നാളികേരം പ്രാർത്ഥിച്ചുരുട്ടി അത് ഏത് ദിക്കിലേക്കാണ് ഉരുണ്ടുപോയി നിൽക്കുന്നത് അതിനൊക്കെ അനുസരിച്ചിട്ടുള്ള ഫലങ്ങൾ നമ്മൾ പറഞ്ഞു വരാറുണ്ട്. അതും ഒരു നല്ലൊരു ഫലമാണ്. അത് അളവിനൊത്തൊരു നാളികേരമൊക്കെ എടുത്ത് ഉരുട്ടി ഈശ്വരനെയൊക്കെ പ്രാർത്ഥിച്ച് ഉരുട്ടി കഴിഞ്ഞാൽ നമുക്ക് നാളികേരം ഉരുട്ടി ഫലങ്ങൾ പറയാൻ പറ്റും. കഴിഞ്ഞ കൊല്ലത്തെ വീഡിയോ കണ്ടാൽ നമുക്ക് മനസ്സിലാവും. അത് ഒന്നെന്നെ പറയാനുള്ളൂ, അതുകൊണ്ടാണ് ഈ വർഷം ആവർത്തിക്കാഞ്ഞത്. അപ്പോൾ നമ്മൾ ഈ വിഷുഫലത്തെയൊക്കെ വളച്ചൊടിച്ചിട്ട് പല രീതിയിൽ ആളുകളെ വശംവദരാക്കുന്നു, വശീകരിക്കുന്നു എന്നൊക്കെയുള്ള കാര്യങ്ങൾ കേൾക്കുന്നുണ്ട്. പിന്നെ ആളുകൾ വിളിച്ച് ചോദിക്കുന്നുണ്ട്, ഇതൊക്കെ ഇങ്ങനെയൊക്കെ ഉണ്ടോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. അപ്പോൾ അത് ഞാൻ പറഞ്ഞ ആളുകളോട് തന്നെ ചോദിച്ച് ക്ലിയർ ചെയ്യുക എന്നുള്ളതാണ് ഏറ്റവും നല്ല ഉത്തമമായിട്ടുള്ള മാർഗം. നമുക്ക് ശാസ്ത്രീയത ഇല്ലാത്ത കാര്യങ്ങൾ പ്രേക്ഷകർ ദയവായിട്ട് ആരും തന്നെ അതൊന്നും സ്വീകരിക്കരുത്. പലതരത്തിൽ ഇതിനെ ജ്യോതിഷത്തെ വികലമാക്കുന്ന രീതിയിൽ ജ്യോതിഷകൾ എന്ന് പറയുന്ന പല ആളുകളും പല തരത്തിലായ പ്രചാരണങ്ങൾ നടത്തുന്നുണ്ട്. അതിലൊന്നും ആരും വീണു പോകാതിരിക്കാൻ പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കണം. അപ്പോൾ എല്ലാവർക്കും നല്ലൊരു വർഷം ആശംസിച്ചുകൊണ്ട് തൽക്കാലത്തേക്ക് വിട പറയുന്നു. എല്ലാവർക്കും നന്ദി, നമസ്കാരം, ശുഭദിനം.